നിലമ്പൂരിൽ UDFന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. എന്താണ് കാരണങ്ങൾ? ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ 1,00,000 വോട്ടിന് UDF ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന നിലമ്പൂരിൽ കളം മാറി മറിയുകയാണ്. LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് വന്നതിൽ പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഇടത് പ്രവർത്തകരെയാണ് മണ്ഡലത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള മലയോര മേഖലകളിൽ അവർ സജീവമായി LDFനൊപ്പം നിൽക്കുന്നുണ്ട് എന്നതും LDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മുത്തേടം, പോത്തുകൾ, ചുങ്കത്തറ പോലുള്ള പഞ്ചായത്തുകളിൽ പോലും UDFന്റെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലും പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോലും കൊടുക്കാത്ത വീടുകളും ഉണ്ടെന്നാണ് പറയുന്നത്. മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ കാലം മുതൽ നിലനിൽക്കുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തതാണ് UDF നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞത്. AICCക്ക് വേണ്ടി കനകോലു ടീം നടത്തിയ അവസാന സർവേയിലും കോൺഗ്രസിന്റെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നായിരുന്നു റിപ്പോർട്ട്. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശ പര്യടനം പോലും മാറ്റിവെച്ച് വയനാട് MP പ്രിയങ്ക വധേരയെ റോഡ് ഷോയ്ക്ക് ഇറക്കിയത്. പ്രചാരണത്തിൽ നിന്നും മാറി നിന്നിരുന്ന പ്രവർത്തകർ അല്പം ഉഷാറായെങ്കിലും വയനാട്ടിൽ ഉണ്ടാക്കിയ പോലുള്ള ഓളം നിലമ്പൂരിൽ സൃഷ്ടിക്കുവാൻ പ്രിയങ്കയ്ക്കും സാധിച്ചില്ല എന്നാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക് പോൾ എന്നൊരു കോൺഗ്രസ് സ്പോൺസേർഡ് ഏജൻസി നടത്തിയ സർവേയിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്ര, ഡൽഹി, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രവചിച്ചതോടെ ഇവരുടെ വിശ്വാസ്യതയിൽ KPCCക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവർ 40,000 വോട്ട് പിടിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ 1/4 കൂടുതൽ പിടിക്കില്ല എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. എന്നാൽ അൻവർ 20,000 വോട്ടുകൾ പിടിക്കുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം വരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവായിരുന്ന ആളെ BJP സ്ഥാനാർത്ഥി ആക്കിയതിലൂടെ കുറെ ജോസഫ് ഗ്രൂപ്പ് വോട്ടുകൾ BJPയിലേക്ക് എത്തുമെങ്കിലും അൻവറിനും പിന്നിൽ പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നുണ്ട്. അഭിപ്രായ സർവേ പ്രകാരം ആകെയുള്ള 2,30,000 വോട്ടുകളിൽ 75% പോളിംഗ് നടക്കാനാണ് സാധ്യത. LDF 42%, UDF 40%, PV അൻവർ 9%, BJP 8%, മറ്റുള്ളവർ 1%. 5,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് LDFലെ M സ്വരാജ് വിജയിക്കുമെന്നാണ് അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത്. അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കുപോക്കുകൾ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും സർവേ സൂചന നൽകുന്നുണ്ട്.